ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപകളെക്കുറിച്ചും അത്ഭുത ശക്തിയെക്കുറിച്ചും ജീവനുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചുമൊക്കെയാണ് നാം ചിന്തിച്ചു വന്നത്. മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം, മനുഷ്യന് അസാധ്യമായ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ഒരു കാര്യം പോലും. നിങ്ങൾക്കങ്ങനെ വിശ്വാസമുണ്ടോ? ഞാൻ 100% ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. എൻ്റെ ദൈവത്തിന് അസാധ്യമായത് എന്തുണ്ട്? ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, നമ്മുടെ വേദനാ വിഷയങ്ങൾ, സങ്കട വിഷയങ്ങൾ എല്ലാം വലുത് തന്നെയായിരിക്കാം, ഗൗരവമുള്ളതായിരിക്കാം. പക്ഷേ എത്ര വലുതാണെങ്കിലും എത്ര ഗൗരവമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. സ്തോത്രം. മകനെ, പ്രിയമകളെ, ഒരുപക്ഷെ നിൻ്റെ രോഗം എത്ര പഴയതാണെങ്കിലും വർഷങ്ങളായി രോഗം ബാധിച്ച് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്നുവെച്ചാൽ ഞങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയെ വഴിയിൽ വെച്ച് കാണാനിടയായി. വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്നത്. വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആ സഹോദരി പറഞ്ഞു, അതിൻ്റെ 14-15 വർഷത്തോളമായി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൻ പറഞ്ഞു, സാറേ, എൻ്റെ ഹസ്ബൻഡിന് ലിവർ ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു, സഹോദരിയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്ക് എന്ത് പറയാൻ. പെട്ടെന്ന് രോഗം വന്ന് ഇരിക്കുന്നു. ആ സഹോദരി പറഞ്ഞു, ഏതാണ്ട് 10-14 വർഷത്തോളമായി ഈ രോഗത്തിൻ്റെ അടിമത്വത്തിലാണ്. അന്നൊന്നും മറ്റാരോടും പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടൊന്നും ഞങ്ങൾ അറിയാനിടയായില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്തു പറയാം. തീർച്ചയായിട്ടും ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ജീവൻ്റെ വചനം കേൾക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലേക്ക് വരാൻ ഞാൻ അവരോട് പറഞ്ഞേയില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം. ദൈവവചനത്തിന് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ രോഗത്തെ മാറ്റാൻ കഴിയും, ആശ്വാസം തരാൻ കഴിയുമെന്ന്. എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞത്? അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. എൻ്റെ പ്രിയരെ, ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ വിവാഹം നടന്നിട്ട് ഏതാണ്ട് 32 വർഷമാകാൻ പോകുന്നു. എന്നാൽ 1995 ഫെബ്രുവരി 5 വിവാഹം. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ പ്രിയ ഭാര്യ 2 മാസം പ്രഗ്നൻ്റാണ്. അന്ന് എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയി അവർ നോക്കി. അവർക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത്, ആദ്യത്തെ ഡയഗ്നോസിസിൽ പെട്ടെന്ന് എലിപ്പനിയാണെന്ന് ചിന്തിച്ചു, മെനിഞ്ചൈറ്റിസ് എന്ന രോഗമാണെന്ന് ചിന്തിച്ചു. അപ്പോൾ 2 കൈകളിലൂടെയും ഈ 2 രോഗത്തിനും ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വലിയ മാറ്റമില്ല. അവർ സ്കാനിങ് ചെയ്തു. അന്നവിടെ ചെറിയ അൾട്രാസൗണ്ടോ CT സ്കാൻ മാത്രമൊക്കെ ഉള്ളൂ. MRI സ്കാനിങ് അവിടെയില്ല. അന്ന് ഈ പ്രദേശങ്ങളിൽ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ മാത്രമേ MRI സ്കാനിങ് ഉള്ളൂ. എൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്തതിന് ശേഷം അന്നത്തെ ഏറ്റവും സീനിയർ ഡോക്ടറായ ഡോക്ടർ ഈപ്പൻ പറഞ്ഞു, അത്യാവശ്യമായി എറണാകുളത്ത് പോയി ഒന്ന് MRI സ്കാൻ എടുക്കണം. ഒരു പക്ഷേ ഒന്ന് അത്യാവശ്യമായിട്ട് വെല്ലൂർക്ക് പോകേണ്ടി വരും. അദ്ദേഹം MRI സ്കാൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ അന്ന് രാത്രി തന്നെ ഈ MRI സ്കാൻ എടുത്തിട്ട് വെല്ലൂർക്ക് പോകണം. അതുകൊണ്ട് അദ്ദേഹം ആ വെല്ലൂർക്കുള്ള ഡോക്ടർക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമ്മറിയും ഒരു ലെറ്ററും തന്നു. ഞങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ ഞാനും എൻ്റെ പ്രിയ ഭാര്യയും സന്തോഷത്തോടെ കഴിയുന്ന കാലം ഞങ്ങൾ ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു. പൊട്ടിക്കരുതാത്തതാണ്, ഞങ്ങൾ പൊട്ടിച്ചു വായിച്ചു. എന്താ എഴുതിയിരിക്കുന്നു അറിയാമല്ലോ. വായിച്ചപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ഒരു ഇമ്മീഡിയറ്റ് സർജറി വേണം, അത് ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആണെന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് കൂട്ടായ്മയുള്ള ദൈവമക്കൾ, ഞാൻ കോലഞ്ചേരിയിൽ നിന്നും എറണാകുളത്തേക്ക് എൻ്റെ പ്രിയ ഭാര്യയോടും എൻ്റെ സഹോദരങ്ങളോടും ഒരുമിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നതിന് മുമ്പ് അന്നത്തെ കൂട്ടായ്മയുള്ള ദൈവമക്കൾ, നേതൃത്വത്തിലുള്ള ദൈവമക്കൾ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. പ്രൊഫസർ MI യോഹന്നാൻ സാറ് അതിന് നേതൃത്വം കൊടുത്തു വന്നു, പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി. ഇവിടെ എൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്തപ്പോൾ കോലഞ്ചേരിയിൽ കാണുന്നത് എൻ്റെ ബ്രെയിനിൽ അനേകം ബ്ലാക്ക് ആയിട്ടുള്ള
പല 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 സ്ഥലങ്ങൾ ഇങ്ങനെ ഡോക്ടർ കാണിച്ചു. എറണാകുളത്ത് നിന്ന് MRI സ്കാൻ ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചും മറിച്ചും എല്ലാം കുറേ സമയം കൊണ്ടാണ് എൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്തത്. പക്ഷേ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ച് ഇവിടെ കോലഞ്ചേരിയിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ വലിയൂർക്കും പോകേണ്ടി വന്നില്ല. പിന്നെ അതിനുശേഷം ഒരു സർജറിയും ചെയ്യേണ്ടി വന്നിട്ടില്ല. സന്തോഷമായി സൗഖ്യമായി കഴിഞ്ഞ 32 വർഷമായി കൃപയാൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഞങ്ങൾക്ക് 3 ആൺമക്കളാണ്. ആ മൂത്ത മകനെപ്പോലും, എൻ്റെ പ്രിയ ഭാര്യ 3 മാസം ഗർഭിണിയാണ്. ആ കുഞ്ഞിനെപ്പോലും കാണാൻ സാധ്യതയില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനായിരുന്നു ഞാൻ. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞാനും എൻ്റെ പ്രിയ ഭാര്യയും പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബത്തിലുള്ള സഹോദരങ്ങളും മാതാപിതാക്കളും പ്രാർത്ഥിച്ചു, ഞങ്ങളെ സ്നേഹിക്കുന്ന അനേകർ പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കൂട്ടായ്മയിലുള്ള നേതൃത്വമുള്ള ദൈവമക്കളും മാത്രമല്ല കൂട്ടായ്മയിലും അനൗൺസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളെ കൂട്ടായ്മയുള്ള എല്ലാവരും അറിയുകയും വളരെ അടുപ്പമുള്ളവരുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് അസാധ്യമായ ഒരു കാര്യം കർത്താവ് സാധിപ്പിച്ചു തന്നു. നിങ്ങളുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾ, അത് രോഗമാകട്ടെ, കടബാധ്യതയാകട്ടെ, ചില പ്രതിസന്ധികളാകട്ടെ, ചില ഊരാക്കുടുക്കുകളാകട്ടെ, ചില അഡിക്ഷൻസ് ആകട്ടെ, എല്ലാം മാറ്റിത്തരാൻ മകനെ, പ്രിയമകളെ, യേശുക്രിസ്തുവിന് കഴിയും. ജീവനുള്ള ദൈവം സർവശക്തനാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇവിടെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കിയ ജീവനുള്ള ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇതേ വിഷയം തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഇത് തീരണമെന്നില്ല, എങ്കിലും നമുക്കൊന്ന് വായിച്ച് തുടങ്ങാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആരാണ് ഹിസ്കിയാവ്? അന്ന് ഇസ്രായേലിനെ വാഴുന്നതായ ഹിസ്കിയ രാജാവ്. ഭാഗ്യവശാൽ ആ രാജാവ് അന്ന് വാഴുമ്പോൾ അവിടെ യെശയ്യാപ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമാണ്. യെശയ്യാപ്രവാചകൻ പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ഭാഗ്യവശാൽ ഈ ഹിസ്കിയ രാജാവിനും ആമോസ് പ്രവാചകനും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, ഹിസ്കിയ രാജാവ് പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന ഒരാളായിരുന്നു, പ്രവചനത്തെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു, കൃപാവരങ്ങളെ അദ്ദേഹം അംഗീകരിക്കുന്നയാളായിരുന്നു. അതൊരു ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും നാം അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ, നാം പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത വലിയ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരും. അതൊരു നാണയത്തിൻ്റെ ഒരു വശമാണ്. എന്നാൽ മറുവശം എന്താണ്? നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകും. നമ്മുടെ ജീവിതം ഡ്രൈ ആയി പോകും. നിങ്ങളാരെങ്കിലും ഇന്ന് ആത്മീയ ജീവിതത്തിൽ ഡ്രൈനെസ് അനുഭവിക്കുന്നുണ്ടോ? ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടി പിടിച്ചിരിക്കുന്നു, ഒരരിവില്ല, ഒരനുതാപമില്ല, സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചൊരു ബോധ്യമില്ല, ഒരു പരീക്ഷ മനോഭാവത്തോടെ ഞാൻ ശരിയാണ്, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്ക് തിരുത്താനൊന്നുമില്ല, മറ്റുള്ളവർക്കാണ് തിരുത്താനുള്ളത്, ഇങ്ങനെയുള്ളൊരു കഠിന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ മനസ്സ് ഒന്ന് ചലിക്കുന്നില്ല, ഹൃദയം ഒന്ന് ഉരുകുന്നില്ല, കല്ല് പോലെയുള്ള ഹൃദയവുമായി കടന്നു വന്നവരാരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമ്മുടെ ഹൃദയം കല്ലിച്ചു പോകും, കല്ലുപോലെയായി പോകും. പിന്നെ അനുതാപം കിട്ടുകയില്ല. കാരണം ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് അനുതാപം തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് കണ്ണുനീര് തരുന്നത്, പാപത്തെ ഏറ്റുപറയാനുള്ളതായ ഒരു മനസ്സ് തരുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ച് മാറ്റി നിർത്തിയാൽ നാം പിന്നെ ഡ്രൈ ആയി പോകും. നാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും. നാം ഒരു പോഷ്കിനടിമയായിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ അകറ്റി നിർത്തരുത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രവാചകനുമായി രാജാവിന് നല്ല ബന്ധം.
രാജാവ് പരമാധികാരിയാണ്. പക്ഷേ ഈ രാജാവ് മനസ്സിലാക്കി, ഞാനല്ല പരമാധികാരി, എൻ്റെ പരമാധികാരിയായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഞാൻ ബഹുമാനിക്കണം, അവരുടെ നാവിലൂടെ വരുന്ന വചനം കേൾക്കണമെന്ന് അദ്ദേഹത്തിന് വാസ്തവമായി സുബോധമുണ്ടായിരുന്നു. ഭാഗ്യമായിപ്പോയി. എൻ്റെ പ്രിയരെ, നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ ദൈവവചനത്തെ മാനിക്കുന്നുണ്ടോ? ദൈവിക പ്രവചനങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ? ദൈവിക അരുളപ്പാടുകൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ജീവനുള്ള ദൈവം നിങ്ങൾക്കൊരു ദൂത് വരുമ്പോൾ അത് നാം റിസീവ് ചെയ്യുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അതിനെ ഏറ്റെടുക്കുന്നുണ്ടോ? അതോ ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞ്, കള്ളപ്രവാചകന്മാരും കള്ളപ്രവചനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ശരിയായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെയും പ്രവചനത്തെയും നിങ്ങൾ എതിർക്കുന്നവരാണോ? മകനെ, നഷ്ടം നിനക്കാണ്, മറ്റാർക്കും നഷ്ടമില്ല. ഒരു പ്രവാചകൻ്റെ പ്രവചനം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും പ്രവചനം നിൽക്കുകയില്ല. പ്രവാചകനല്ല നഷ്ടം, മകനെ നിനക്കാണ്, മകളെ നിനക്കാണ്. എല്ലാവരെയും ചോദ്യം ചെയ്തും എല്ലാവരെയും തെറ്റിദ്ധരിച്ചും എല്ലാവരെയും കള്ളന്മാരെന്ന് മുദ്രകുത്തി നീ പോയാൽ നഷ്ടം വരുന്ന അവർക്കല്ല, മകനെ നിനക്കാണ്, നിൻ്റെ തലമുറയ്ക്കാണ്, നിൻ്റെ കുടുംബത്തിനാണ് നഷ്ടം. ഹല്ലേലൂയ. ഒരുപക്ഷെ അവിടെ എവിടെയൊക്കെ ഏതെങ്കിലും ഫോൾസ് ടീച്ചിങ്ങോ അല്ലെങ്കിൽ ഫോൾസ് പ്രോഫിറ്റ്സോ കാണാം. പക്ഷെ എല്ലാവരുമല്ല. സ്തോത്രം. എല്ലാം കള്ളനോട്ടല്ല, ഒറിജിനൽ നോട്ടാണ് കൂടുതൽ. ഒറിജിനൽ നോട്ട് ഉള്ളത് കൊണ്ടാണ് കള്ളനോട്ടും ഉള്ളത്. അതുകൊണ്ട് എല്ലാം കള്ളനോട്ടാണെന്ന് പറഞ്ഞിരിക്കരുത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത്, ഹിസ്കിയ രാജാവിന് യെശയ്യാ പ്രവാചകനുമായി കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഉപകാരമായി. അതെ, ജീവനുള്ള ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളുമായി ബന്ധമുണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മയായി ബന്ധമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കേടുകളും കെടുതികളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ ജീവനുള്ള ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ദൈവത്തിൻ്റെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കൂട്ടായ്മയായി പ്രാർത്ഥിക്കും. അത് ദൈവസന്നിധിയിൽ നമുക്ക് വലിയ അനുഗ്രഹമായി, വലിയ വിടുതലായിത്തീരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ ആമുഖം പറഞ്ഞ് ഈ ശുശ്രൂഷയിൽ നിന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് കാര്യമായി ചിന്തിക്കാം. നിങ്ങൾ എന്തു പറയുന്നു? ഒന്നാമത് ദൈവവുമായി ബന്ധം. ചിലർക്ക് പ്രവാചകന്മാരായിട്ട് ബന്ധമുണ്ട്, ദൈവവുമായി ബന്ധമില്ല. അതും പ്രയോജനമല്ല. ഒന്ന്, ദൈവവുമായി ബന്ധം വരണം. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ അഭിഷിക്തനുമായിട്ടുള്ളൊരു ബന്ധം, ഒരു കൂട്ടായ്മ ബന്ധം, അത് അനുഗ്രഹമാണ്. തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ പ്രവേശനമുള്ള ദൈവമക്കൾ അവർ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടക്കും. നമുക്കും പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും നമുക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ചില കൃപകളും കൃപാവരങ്ങളും ദൈവം അണിയിച്ചിരിക്കുന്ന ദൈവമക്കൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ചില വിടുതലുകൾ നടക്കും, പ്രത്യേക ചില രോഗസൗഖ്യങ്ങൾ നടക്കും, സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് പെട്ടെന്ന് നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതം യേശുവിനായി വേർതിരിക്കുമോ? ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കുമെന്നുള്ള ഒരു സമർപ്പണത്തോടെ നിങ്ങൾ ഓരോരുത്തരും നിൽക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കും, നിങ്ങളുടെ ജീവിതം പൂവണിയും, നിങ്ങളുടെ ജീവിതം ഫലം കായ്ക്കുന്നതായിത്തീരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ നിരന്തരം ഉപദേശിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഈ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായതിനു ശേഷം നിങ്ങളും പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ അപ്പൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹവും ദൈവവുമായി കൂടുതൽ ബന്ധത്തിന് മുഖാന്തരമായി തീരും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.